Okay, second OT and AT anatomy and physiology unit 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Question on axial skeleton includes axial skeleton നമ്മളുടെ skeletonന്റെ central portionലുള്ള ബോൺസിനാണ് axial skeleton വരുന്നത്. ആൻസർ ബി ആണ്. skull, vertebral column and ribs ആണ്. Okay. Question 2, total number of thoracic vertebrae. Thoracic vertebrae എന്ന് വെച്ചാൽ നമ്മുടെ ribs നമ്മളുടെ thoracic പാർട്ടിലുള്ള ബാക്ക് ബോൺസിന്റെ നമ്പർ ആണ്. ആൻസർ സി ആണ്, 12 ആണ്. Bones cell responsible for formation of ബോൺസിനകത്ത് പല ടൈപ്പ് സെൽസ് ഉണ്ട്. ഓസ്റ്റിയോക്ലാസ്റ്റ് ഉണ്ട്, ഓസ്റ്റിയോബ്ലാസ്റ്റ് ഉണ്ട്, ഓസ്റ്റിയോസൈറ്റ്സ് ഉണ്ട്. അപ്പോൾ പുതിയ ബോൺ ഉണ്ടാവാൻ സഹായിക്കുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. ബോണിൻ്റെ സെൽസിൻ്റെ അളവ് കുറയ്ക്കുന്ന ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ്. അപ്പോൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് ന്യൂ സെൽസിനെ ഉണ്ടാക്കുന്നത്. വിത്ത് ജോയിന്റ് ഈസ് ഇമ്മൂവബിൾ. മൂവ് ചെയ്യാത്ത ജോയിന്റ് ഏതാണ്? ആൻസർ ബി ആണ്, ഫൈബ്രസ് ജോയിന്റ് ആണ്. അത് ഫിക്സ് ആയിട്ടിരിക്കുന്ന ജോയിന്റ് ആണ്. അത് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ജോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്, ഫൈബ്രസ് ജോയിന്റ്. സ്കള്ളിലെ സൂച്ചേഴ്സ് ഒക്കെ ഇമ്മൊബൈൽ ആണ്. മെയിൻ ഫംഗ്ഷൻ ഓഫ് സ്കെൽട്ടൺ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ. ആൻസർ ബി ആണ്. മസിൽ അറ്റാച്ച് ടു ബോൺ. ബോണിൽ അറ്റാച്ച് ചെയ്ത മസിൽ സ്കെൽട്ടൽ മസിൽ. നമുക്ക് വോളണ്ടറി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മസിലാണ് സ്കെൽട്ടൽ മസിൽ. അപ്പോൾ ആൻസർ സി ആണ്. ബേസിക് യൂണിറ്റ് ഓഫ് മസിൽ കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ്റെ ബേസിക് യൂണിറ്റ് എന്താണ്? സാക്രോമിയർ ആണ്. മസിലിൻ്റെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ബേസിക് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് സാക്രോമിയർ ആണ്. ആൻസർ ബി ആണ്. എനർജി സോഴ്സ് ഫോർ മസിൽ കോൺട്രാക്ഷൻ. മസിലിൻ്റെ എനർജി ഇവിടെ നിന്ന് കിട്ടുന്ന ATP നിന്ന് കിട്ടുന്ന. ആൻസർ ബി ആണ്. മസിൽ ഫിറ്റീഗ് ഒക്കെ. മസിൽ എപ്പോഴാണ് തളർന്നു പോകുന്നത്? മസിൽ ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ മസിലിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുമ്പോൾ മസിൽ പെയിനും മസിൽ ക്ഷീണവും ഉണ്ടാവും. ആൻസർ ബി ആണ്. വിച്ച് പ്രോട്ടീൻ കോസസ് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ കോസ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണ്? ആക്റ്റിൻ ആൻഡ് മയോസിൻ. മസിലിനകത്ത് ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. ആക്റ്റിൻ, മയോസിൻ, ട്രോപ്പോണിൻ, ട്രോപ്പോമൈസിൻ, ഇങ്ങനെ പല പ്രോട്ടീൻ ഉണ്ട്. അതിൽ കോൺട്രാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ആക്റ്റിൻ ആൻഡ് മയോസിൻ ആണ്. കാർഡിക് മസിൽ ഇൻവോളണ്ടറി ആണ്, സ്ട്രയേറ്റഡ് ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ പുറത്ത് ലൈൻസ് ഉണ്ടാവും. അതുകൊണ്ട് സ്ട്രയേറ്റഡ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കൺട്രോളുള്ള മസിലല്ല, അതുകൊണ്ട് ഇൻവോളണ്ടറി മസിലാണ്. ആൻസർ സി ആണ്. സ്മൂത്ത് മസിൽ ഈസ് ഫൗണ്ട്. സ്മൂത്ത് മസിൽ എവിടെയാണ്? നമ്മുടെ ഇൻറ്റസ്റ്റൈനിലും ബോഡിക്കകത്ത് ഉള്ളിലുള്ള ഓർഗൻസിനകത്തൊക്കെ ഉള്ള മസിൽ സ്മൂത്ത് മസിലാണ്. ആൻസർ സി ആണ്. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. സ്ലൈഡിംഗ് തിയറി എന്ന് പറയുന്നത് മസിൽ കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് മസിൽ ഇൻട്രാക്ഷൻ ആണ്. അങ്ങനെയാണ് മസിൽ വർക്ക് ചെയ്യുന്നത്. ആൻസർ ബി ആണ്. കാൽഷ്യം ഈസ് സ്റ്റോർഡ്. കാൽഷ്യം മസിലിനകത്ത് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? സാർക്കോപ്ലാസ്റ്റ് റെട്ടിക്കുലത്തിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആൻസർ ബി ആണ്. ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ട്രാൻസ്മിറ്റ്സ്. ന്യൂറോമസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത് നെർവിൻ്റെ മസിലിൻ്റെ ജംഗ്ഷനാണ്. അത് നെർവിൽ നിന്ന് മസിലിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ സി ആണ്, നെർവ് ഇമ്പൾസ്. ലാർജസ്റ്റ് മസിൽ ഇൻ ദ ബോഡി ഗ്ലൂട്ടിയസ് മാക്സിമം. നമ്മുടെ ബാക്കിലുള്ള മസിലാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. ആൻസർ സി ആണ്. ദ സ്മോളസ്റ്റ് ബോൺ ഇസ് സ്റ്റേപ്പീസ്. ആൻസർ ബി ആണ്. സ്റ്റേക്കകത്തുള്ള ബോണാണ്. ബോൺ മാരോ പ്രൊഡ്യൂസസ്. ബോൺ മാരോക്കകത്താണ് ബ്ലഡ് ഉണ്ടാവുന്നത്. നമ്മൾ RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ ഉണ്ടാവുന്ന ബോൺ മാരോക്കകത്താണ്. ആൻസർ ബി ആണ്. ലിഗമെന്റ്സ് എന്ന് പറയുമ്പം രണ്ട് ബോണിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ലിഗമെന്റ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ജോയിൻസിൻ്റെ അവിടെയൊക്കെ ഉള്ളത് ലിഗമെന്റ്സ് ആണ്. അപ്പോൾ ആൻസർ ബി ആണ്, ബോൺ ടു ബോൺ. ടെൻഡൻസ് കണക്ട്. ടെൻഡൻസ് മസിലിനെയും ബോണിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പം മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് ടെൻഡനാണ്. മസിൽ ടു ബോൺ. ഫ്ലെക്ഷൻ മീൻസ് ബെൻഡ് ചെയ്യുന്നു, അത് ഫോൾഡ് ചെയ്യുന്നതിനാണ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. എക്സ്റ്റൻഷൻ മീൻസ് സ്ട്രൈറ്റ് ആക്കുന്നതിനാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ജോയിൻ്റെ ആംഗിൾ കൂടും എക്സ്റ്റൻഷനിൽ. ഒറിജിനൽ മസിൽ ഈസ് ഇത് മസിലിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഒറിജിൻ എന്ന് പറയുന്നത്.
സെക്കൻഡ് പാർട്ടിൻ്റെ ബോഡി, തേർഡ് പാർട്ടിൻ്റെ ഇൻസെർഷനാണ്. അപ്പം ഫസ്റ്റ് പാർട്ട് സാധാരണ അനങ്ങത്തില്ല, മൂവ് ആവാത്ത പോർഷനാണ്. അപ്പോൾ ആൻസർ ബി ആണ്, ഫിക്സഡ് എൻഡ്. ഇൻസെർഷൻ ഓഫ് മസിലീസ്. മസിൽ ഇൻസെർഷൻ എവിടെയാണ്? മൂവബിൾ എൻഡ് ആണ്. എവിടെയാണ് മസിൽ ലാസ്റ്റ് പോർഷൻ അറ്റാച്ച് ആവുന്നത്? ആ പോർഷനാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ആൻറ്റഗോണിസ്റ്റിക് മസിൽ മീൻസ് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മസിലാണ്. ഒന്ന് ഫ്ലെക്സ് ചെയ്യും, മറ്റൊരു എക്സ്റ്റെൻഡ് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ഹിഞ്ച് ജോയിൻ്റ് എക്സാമ്പിൾ ഏതാണ്? ആൻസർ എൽബോ ജോയിൻ്റ്. ഹിഞ്ച് ജോയിൻറ്റിന് ഒരു ആക്സിസ് മാത്രമേ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആൻസർ സി ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്നുള്ള എക്സാമ്പിൾ ആൻസർ ഇതിനകത്ത് ഹിപ്പ് ജോയിൻ്റ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ബി ആണ്. പെരിയോസ്റ്റം വെച്ച് ബോണിൻ്റെ ഏറ്റവും പുറത്തുള്ള കവറിങ്ങാണ് പെരിയോസ്റ്റം എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. കാർട്ടേജ് എന്ന് പറയുമ്പോൾ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ബെൻഡ് ആവാൻ സാധ്യതയുള്ള ഒരു ടിഷ്യൂ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. റെഡ് മാരോ ഫംഗ്ഷൻ, റെഡ് ബോൺ മാരോയുടെ ഫംഗ്ഷൻ RBC ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആൻസർ ബി ആണ്. യെല്ലോ മാരോ ഫംഗ്ഷൻ ഫാറ്റ് സ്റ്റോറേജ് ആണ്. ബോണിനകത്തുള്ള ഫാറ്റ് യെല്ലോ മാരോയുടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മസിൽ ടോൺ റിപ്പോസ് ടു, മസിലിൻ്റെ ടോൺ മീൻസ് മസിലിങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്നതാണ് മസിൽ ടോൺ എന്ന് പറയുന്നത്. മസിലിൻ്റെ ടൈറ്റ്നെസ്സിനാണ് മസിൽ ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്, പാർഷ്യൽ കോൺട്രാക്ഷൻ. ഐസോമെട്രിക് കോൺട്രാക്ഷൻ മീൻസ് ലെങ്തിൽ മാറ്റം വരുന്നില്ല. അങ്ങനെ ലെങ്തിൽ മാറ്റം വരാതെ മസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഐസോമെട്രിക് കോൺട്രാക്ഷൻ ആണ്. ആൻസർ ബി ആണ്. ഐസോട്ടോണിക് മീൻസ് മസിലിൻ്റെ ലെങ്തിൽ വ്യത്യാസം വരും, ടോണിൽ വ്യത്യാസം വരത്തില്ല. അപ്പോൾ മസിൽ മൂവ് ചെയ്യുമ്പോൾ ആൻസർ ബി ആണ്. ഇപ്പോൾ റണ്ണിങ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് പറയുന്ന ഐസോട്ടോണിക് ആണ്. നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒന്ന് ഐസോമെട്രിക് ആണ്. ആൻസർ ബി ആണ്. വോളണ്ടറി മസിൽസ് ആർ കൺട്രോൾഡ് ബൈ. വോളണ്ടറി മസിൽ നമ്മുടെ കൺട്രോളിലുള്ള മസിലാണ്. നമ്മൾ വിചാരിച്ചാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ എ ആണ്. ഇൻവോളണ്ടറി മസിൽസ് ആർ, നമ്മൾ കൺട്രോൾ ഇല്ലാത്ത മസിൽ ഏതൊക്കെയാണ്? ബി ആണ്, സ്മൂത്ത് ആൻഡ് കാർഡിയോ. ഹാർട്ടിൻ്റെ മസിൽ, ഭാഗത്തുള്ള ശരീരത്തിനുള്ളിലുള്ള മസിൽസ് എല്ലാം നമ്മുടെ കൺട്രോളില്ല. ആൻസർ ബി ആണ്, സ്മൂത്ത് ആൻഡ് കാർഡിയോ. മസിൽ സ്പിൻഡിൽ ഡിറ്റക്ട്സ്. മസിലിനകത്ത് ഉള്ള സ്പിൻഡിൽ എന്താ ഡിറ്റക്ട് ചെയ്യുന്നത്? അത് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇപ്പോൾ സ്ട്രെച്ച് മസിൽ വലിയുമ്പോഴൊക്കെ നീളം കൂടുമ്പോഴോ കുറയുമ്പോഴോ അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ബോഡിയുടെ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അത് സഹായിക്കുന്നത്. ആൻസർ ബി ആണ്. ATP ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? എനർജി റിലീസ് ആവും. ആൻസർ ബി ആണ്. ബോൺ സ്റ്റോർസ്. ബോണിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് കാൽഷ്യം ഫോസ്ഫറസ് ആണ്. ആൻസർ ബി ആണ്. ജോയിന്റ് കാവിറ്റി കണ്ടെയ്ൻസ്. ജോയിന്റിനകത്തുള്ള ഫ്ലൂയിഡിന്റെ പേര് സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ്. ലൂബ്രിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്. ആൻസർ ബി. മസിൽ കോൺട്രാക്ഷൻ സ്റ്റാർട്ട്സ് വിത്ത്. മസിൽ കോൺട്രാക്ഷൻ തുടങ്ങണമെങ്കിൽ ആദ്യം മസിലിലേക്ക് ഇമ്പൾസ് വരണം. അപ്പോൾ നെർവ് വഴിയാണ് ഇമ്പൾസ് വരുന്നത്. അപ്പോൾ ആൻസർ നെർവ് ഇമ്പൾസ്. റിലാക്സേഷൻ ഒക്കേഴ്സ് വെൻ. റിലാക്സേഷൻ, മസിൽ റിലാക്സ് ആവുന്നപ്പോഴാണ് കാൽഷ്യം അവിടെ നിന്ന് പോകുമ്പോഴാണ് മസിൽ റിലാക്സ് ആവുന്നത്. ആൻസർ ബി ആണ്. ഇസഡ് ലൈൻ ഈസ് ഫൗണ്ട്. ഇസഡ് ലൈൻ എന്ന് പറയുന്നത് മസിൽ കാണുന്ന ഒരു ലൈനാണ്. അപ്പം ആൻസർ മസിലിൻ്റെ ബേസിക് ഫൈബറിൽ കാണുന്ന ലൈനാണ്. അപ്പോൾ ആൻസർ സാക്രോമിയർ, ബി ആണ്. മയോസിൻ ഹെഡ് ബൈൻഡ്സ് ടു. മസിലിനകത്ത് ആക്റ്റിനും മയോസിനും ഉണ്ട്. അത് തമ്മിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം ബൈൻഡിങ്ങിന് ക്രോസ് ബ്രിഡ്ജ് എന്നും പറയും. അപ്പോൾ ആക്റ്റിനായിട്ടാണ് മയോസിൻ ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി ആണ്. ക്രോസ് ബ്രിഡ്ജ് സൈക്കിൾ എന്ന് പറയുന്നത് ആക്റ്റിനും മയോസിനും അറ്റാച്ച് ചെയ്യുന്നതും പിന്നെ റിലീസ് ആവുന്നതും അങ്ങനെ മാറി മാറി അറ്റാച്ച്മെൻറ്റും റിലീസും ആവുന്ന സൈക്കിളിനെ ക്രോസ് ബ്രിഡ്ജ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ എനർജി വേണം. അപ്പം ആൻസർ ബി ആണ്, ATP. മസിൽ കോൺട്രാക്ഷൻ പ്രൊഡ്യൂസസ്. മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻസർ എ ആണ്. ബോൺ റീമോഡലിംഗ് ഒക്കേഴ്സ്. ബോണിൻ്റെ ഷേപ്പിൽ വ്യത്യാസം, ബോണിൻ്റെ അലൈൻമെൻറ്റൊക്കെ വ്യത്യാസം വരുന്നതിനാണ് റീമോഡലിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ചില സ്ഥലത്ത് പോകുന്നുണ്ടാവും, ചില സ്ഥലത്ത് പോകുന്നില്ലാതെയാവും. അപ്പം ഫോർമേഷൻ ആൻഡ് റിസോർപ്ഷൻ ആൻസർ ബി ആണ്. കാൽഷ്യം ഡെഫിഷ്യൻസി കോസസ്, കാൽഷ്യം കുറവാണെങ്കിൽ എന്ത് പറ്റും? ബോൺ വീക്കാവും എന്ന് പറയുന്ന ഓസ്റ്റിയോപൊറോസിസുമാണ്. സ്ട്രോങ്ങസ്റ്റ് ടെൻഡൻ, ബോഡിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയ ടെൻഡൻ നമ്മൾ അക്ലീസ് ടെൻഡൻ ആണ്. അക്ലീസ് ടെൻഡൻ നമ്മുടെ കാലിൽ ഏറ്റവും താഴത്തെ ബാക്കിൽ കാണുന്ന ടെൻഡനാണ് അക്ലീസ് ടെൻഡൻ. ആൻസർ ബി ആണ്. സ്കെൽറ്റൽ മസിൽസ് ആർ, സ്കെൽറ്റൽ മസിൽ എന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോളിലുള്ള മസിലാണ്. അപ്പോൾ ആൻസർ ബി ആണ്, സ്ട്രയേറ്റഡ് വോളണ്ടറി. ഈ എസ് എ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.